അകത്തേക്ക് പോടാ. അകത്തേക്ക് പോകാനല്ലേ പറഞ്ഞ നിന്നോട്? ഞാൻ പോകാൻ പറഞ്ഞത് അവനോട് മാത്രമല്ല, എല്ലാരോടും കൂടിയാ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി, നടക്ക്. എങ്ങോട്ടാ 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 പോകുന്നെന്ന് ഞാൻ അവനോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ആരാച്ചാ? ആരെ പറ്റിയാ പറയാ? ഞാനാണ് അവനെ പറഞ്ഞു വിട്ടത്. ആരെങ്കിലും അവനെ മടക്കി വിളിച്ചാൽ എന്റെ സ്വഭാവം അറിയാലോ. ഓർമ്മ വെച്ചോ? അല്ല പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആരാടാ? നിക്കടി. സുഖമല്ലേ? വിടടി. എത്ര വർഷമായടാ നീ ജീവിച്ചിരിപ്പുണ്ടോന്നു കൂടെ. ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്നെ വിട. നിന്റെ അനിയത്തിമാരെ കുറിച്ചെങ്കിലും നീ ആലോചിച്ചോ? ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ ആർഗ്യൂ ചെയ്യുന്നില്ല. അകത്ത് പോയി സംസാരിക്കാൻ വരും. നീ വരാൻ പറയുന്നു, അച്ഛൻ പോകാൻ പറയുന്നു. ഗായത്രിയുമായിട്ട് ഈ വീട്ടിലേക്ക് വരാൻ പാടില്ലെന്ന് അന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ. തനിച്ച് പാടാന്നൊരു വാക്കുപോലും പറയാതെ. ഇപ്പൊ കൂടെ അച്ഛൻ കാറ്റുകൊള്ളാനല്ല ഇരിക്കുന്നത്. ഈ കല്യാണത്തിനെങ്കിലും നീ വരുമെന്ന പ്രതീക്ഷയിലായിരിക്കുന്ന. 25 വർഷത്തെ ദേഷ്യം അതിങ്ങനെ ഇരിക്കൂ. അതിരിക്കട്ടെ, ഗായത്രി എവിടെ? ശരി, നീ ഉള്ളിലേക്ക് വാ. അക്ക, എന്റെ മോന്. അപ്പോ നമ്മുടെ ജൂനിയർ ഷൺമുഖം എന്തായാലും അളിയൻ കല്യാണത്തിന് മുമ്പ് എത്തിയല്ലോ. ഉണ്ടയപ്പച്ചി അമൃത, സുഗുണപ്പച്ചി ഭാനുവപ്പച്ചി, ഭാനുവപ്പച്ചി സുഗുണപ്പച്ചി, സുഗുണ ഭാനു, അല്ല ഭാനുവപ്പച്ചി സുഗുണപ്പച്ചി, സുഗുണപ്പച്ചി ഭാനുവപ്പച്ചി. നീ പോയി താമരയോട് താമര എടുത്തു വരാൻ പറ. അവനോ ഒരു നാണം കെട്ടവൻ. പറഞ്ഞു വിട്ടിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവളുമാർക്ക് എന്ത് പറ്റി? ബുദ്ധിയില്ലാത്തവര്, കഴുതകള്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ അവിടെ കുശിച്ചുകൊണ്ടിരിക്കുന്നേ? ഈയിടെയായിട്ട് ഈ വീട്ടിൽ എന്നെ ആരും അനുസരിക്കാതായിരിക്കുന്നു. ഞാൻ എടുത്തോളാം. അവൻ വന്നെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നിന്ന് കാണണമെന്നാണോടാ? കൂടെ വന്നിരിക്കുന്ന എന്റെ പേരമകനാ. വന്നെന്ന് വെച്ച് പോടാ പോടാ.